ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടിയിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുക്കുക, അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം കടലമാവിൻ്റെ ബാറ്റർ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് യെല്ലോ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഒന്നിടാം കേട്ടോ. ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും പൊരിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ആ ബൂന്തിൻ്റെ ടൈപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 സ്റ്റെയിൻ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 സ്റ്റെയിൻ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഈ കടലമാവിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പം ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ആക്കാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ ഞാൻ ഓരോ റൈസിൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ലഡു ഒക്കെ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.